Good morning, my students. Today we are going to discuss a new poem, Caring for Animals, written by John Silkin. This poem comes under the module The Marginalized and Their Rights. Okay, we just look at about the author. John Silkin was born in 1930 in London in a Jewish immigrant family. During the Second World War, he was forced to move to Wales. He had to do manual labor to get a living. Later, he became a teacher in London. His poems often focus on his Jewish identity. There is a sense of dislocation and the divide between man and nature. അതായത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജൂയിഷ് ഇമിഗ്രൻ്റ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വെയിൽസിലേക്ക് പോവുകയാണ്. ദെൻ അവിടെ വെച്ച് ഒരുപാട് മാനുവൽ ലേബർ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. പിന്നീട് ടീച്ചറാകുന്നു. പിന്നീടാണ് പോയട്രി എഴുത്തിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഓഥർ. ദെൻ വി ജസ്റ്റ് മൂവ് ടു അവർ ഇൻട്രൊഡക്ടറി സെഷൻ. So, in the second half of the 20th century, there happened a paradigm shift in our perception of animals. Environmental movements created a sort of awareness against commodification of animals in the present world. Accordingly, laws were framed to prevent the torturing and abuse of animals. It is in this context of the inhuman treatment of non-human that a new literature of animal rights emerged. The basic premise of such literature was the understanding of both the human and the non-human forming an inseparable bond of life. John Silkin's nature or John Silkin's animals poems become important in this historical scenario. So, in the second half of the 20th century, there happened a paradigm shift in our perception of animals. അതായത് 20ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും രണ്ടാം പകുതി ആയപ്പോഴത്തേക്കും there happened a paradigm shift in our perception of animals. മൃഗങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത്. Environmental movements created a sort of awareness against commodification of animals in the present world. അതുപോലെ തന്നെ പല എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ്സും അനിമൽസിനെ കൊമോഡിഫൈ ചെയ്യുന്നതിൽ വാണിജ്യവൽക്കരിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ്ലി ലോസ് വെർ ഫ്രെയിംഡ് ടു പ്രിവെൻറ്റ് ദ ടോർച്ചറിങ് ആൻഡ് അബ്യൂസ് ഓഫ് ആനിമൽസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അനിമൽസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അനിമൽസിൻ്റെ ടോർച്ചറിങ് അല്ലേ, അവയെ ടോർച്ചർ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ലോസൊക്കെ വന്നത്. ഇറ്റ് ഈസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് നോൺ ഹ്യൂമൻ ദാറ്റ് എ ന്യൂ ലിറ്ററേച്ചർ ഓഫ് അനിമൽ റൈറ്റ്സ് എമേർജ്ഡ്. ഈ ഒരു സാഹചര്യത്തിലാണ് മൃഗങ്ങളെ അതല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനെ അതല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ലിറ്ററേച്ചറും വരുന്നത്. Then the basic premise of such literature was the understanding of both the human and the non-human forming an inseparable bond of life. തന്നെയല്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം ലിറ്ററേച്ചറിൻ്റെ ഇത്തരം സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് ദ ഹ്യൂമൻ ആൻഡ് ദ നോൺ ഹ്യൂമൻ ഫോമിങ് ആൻ ഇൻസെപ്പറബിൾ ബോണ്ട് ഓഫ് ലൈഫ്. അതായത് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യനും നേച്ചറും തമ്മിൽ ഒരു ഇൻസെപ്പറബിൾ ബോണ്ട് എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ബോണ്ട്, ഒരു കരാർ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. ജോൺ സിൽക്കിൻസ് നേച്ചർ ഓർ ആനിമൽ പോയംസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഹിസ്റ്റോറിക്കൽ സെനറിയോ. ഇത്തരം സാഹചര്യങ്ങളിലാണ് ജോൺ സിൽക്കിൻ്റെ കെയറിങ് ഫോർ ആനിമൽസ് എന്ന് പറയുന്ന
കവിത പോപ്പുലർ ആകുന്നത്. ഓക്കെ. Then, caring for animals belongs to the collection The Peaceable Kingdom. അതായത് പീസബിൾ കിങ്ഡം എന്ന് പറയുന്ന പോയട്രി കളക്ഷൻസിലാണ് കെയറിങ് ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ജോൺ സിൽക്കിൻ്റെ പോയട്രി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. In rather simple lyrics, instead of objectifying the animals, the poet raises our consciousness towards the bond that should generate love, kindness, and care for the animals. Until one has loved an animal, a part of one's soul remains unawakened, says the French poet Anatole France. Through the poem, Silkin also shows that love and care for animals is a necessary step to extend the boundaries of the human world. So, നോക്കൂ, ഇൻ റാദർ സിമ്പിൾ ലിറിക്സ്. അതായത് നിങ്ങൾക്കറിയാം, കവിത വായിക്കുമ്പോൾ കവിതയിൽ സിമ്പിൾ ലിറിക്സാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ ലൈൻസാണ്, സിമ്പിൾ ലാംഗ്വേജാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഒബ്ജക്റ്റിഫൈങ് ദ ആനിമൽസ്, ദ പോയിറ്റ് റേസസ് അവർ കോൺഷ്യസ്നസ് ടുവേഴ്സ് ദ ബോണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ, മനുഷ്യനും അനിമൽസും തമ്മിൽ ഒരു ഇൻസെപ്പറബിൾ ബോണ്ട്സ്, അല്ലേ, ഒഴിവാക്കാനാവാത്ത അല്ലെങ്കിൽ വേർതിരിക്കാനാവാത്ത ഒരു കരാറുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബോണ്ടിന്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ദാറ്റ് ഷുഡ് ജനറേറ്റ് ലവ്, ആ കരാറെന്ന് പറയുന്നത് സ്നേഹം, അതല്ലെങ്കിൽ കൈൻഡ്നെസ് ആൻഡ് കെയർ ഫോർ ദ ആനിമൽസ്, ഇതിനെ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കണം. ആ ഒരു കരാർ നമുക്കുള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൃഗങ്ങളോടും അതുപോലെ തന്നെ പ്രകൃതിയോടും സ്നേഹവും ദയയും അതല്ലെങ്കിൽ അവരോടൊരു കെയറിങ്ങും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു കെയറിങ്, അത്തരം ഒരു ലവ് അല്ലെങ്കിൽ അത്തരം ഒരു കൈൻഡ്നെസ് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു കവിത കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Until one has loved an animal, a part of one's soul remains unawakened. അതായത് ഒരു ഫ്രഞ്ച് പോയറ്റായിട്ടുള്ള അനാറ്റോൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു കവി, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ്, until one has loved an animal, a part of one's soul remains unawakened. അതായത് ഒരാളൊരു മൃഗത്തെ സ്നേഹിക്കുന്നത് വരെ അവൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം ഉണരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആത്മാവ് ഉണരണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ലവ് ആനിമൽസ്. So through the poem, Silkin also shows that love and care for animals is a necessary step to extend the boundaries. അതായത് കവിതയിലൂടെ സിൽക്കിൻ പറയുന്നത്, ലവ് ആൻഡ് കെയർ ഫോർ ആനിമൽസ് ഈസ് എ നെസസറി സ്റ്റെപ്പ്. അതായത് ഹ്യൂമൻ ബൗണ്ടറീസ്, ഹ്യൂമൻ വേൾഡിൻ്റെ, മനുഷ്യലോകത്തിൻ്റെ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദീർഘിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ലവ് ആൻഡ് കെയർ ഫോർ ആനിമൽസ്. അതായത് നമ്മൾ മൃഗങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. മൃഗങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമൻ വേൾഡിൻ്റെ, മനുഷ്യലോകത്തിൻ്റെ ബൗണ്ടറി, അതിർത്തി ദീർഘിപ്പിക്കാൻ പറ്റൂ എന്നാണ് കവി പറയുന്നത്. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ മൃഗങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. മൃഗങ്ങളെപ്പോലെ, അതല്ലെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ സ്നേഹവും കെയറിങ്ങും ദയയും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് ആനിമൽസും, അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. സോ we can move to our poem, Caring for Animals. I ask sometimes why these small animals with bitter eyes, why we should care for them. I question the sky, the serene blue water, and it cannot say, it gives no answer. I asked sometimes why these small animals with bitter eyes,
വൈ വി ഷുഡ് കെയർ ഫോർ ദം. അതായത് കവി പറയുകയാണ്, ഞാൻ ഒരുപാട് തവണ ഞാൻ ചോദിച്ചു, വൈ ദീസ് സ്മോൾ ആനിമൽസ് വിത്ത് ബിറ്റർ ഐസ്. ബിറ്റർ ഐസ് ഹിയർ മീൻസ് ഐസ് വിത്ത് ഹെയ്റ്റ്, അല്ലേ? ദേഷ്യമുള്ള കണ്ണുകളുള്ള ചെറിയ മൃഗങ്ങളോട് അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്, വൈ വി ഷുഡ് കെയർ ഫോർ ദം. അതായത് ഇത്തരം മൃഗങ്ങളെ എന്തിനാണ് നമ്മൾ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെന്തിനാണ് സംരക്ഷിക്കുന്നത്. ഐ ക്വസ്റ്റ്യൻ ദ സ്കൈ. ഞാൻ ആകാശത്തോട് ചോദിച്ചു, ദ സെറീൻ ബ്ലൂ വാട്ടർ, ദാറ്റ് മീൻസ് ഓഷ്യൻ. സീ, calm and peaceful. Serene means calm and peaceful. Calm and peaceful. Blue water means ocean. അല്ലേ? സമുദ്രത്തോടും ആകാശത്തോടും ഞാൻ ചോദിച്ചു. ബട്ട് ഇറ്റ് കനോട്ട് സേ, ഇറ്റ് ഗീവ് നോ ആൻസർ. പക്ഷേ എനിക്കുള്ള ഉത്തരം തരാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. ആകാശത്തിനോ സമുദ്രത്തിനോ എൻ്റെ ക്വസ്റ്റ്യന് ആൻസർ തരാൻ കഴിഞ്ഞില്ല. ഇറ്റ് ഗീവ് നോ ആൻസർ. And no answer releases in my head, a procession of grey shades patched and whimpering. Okay, and no answer releases in my head. പക്ഷെ ഞാൻ ഒരുപാട് ചിന്തിച്ചു, പക്ഷെ അതിനുള്ള ഉത്തരം എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എൻ്റെ തലയിലും വരുന്നില്ല. എ പ്രോസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ് പാച്ച്ഡ് ആൻഡ് വിംബറിങ്. ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ വന്നത് എ പ്രോസഷൻ മീൻസ് എ നമ്പർ ഓഫ് പീപ്പിൾ or animals or vehicles that move slowly in a line, especially as part of a ceremony. നമ്മൾ ജാഥ എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. സോ എ പ്രോസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ് പാച്ച്ഡ് ആൻഡ് വിംബറിങ്. അതായത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഒരു പ്രോസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ്, ഒരുപാട് ഷെയ്ഡ്സ്, ഒരുപാട് വേഗമായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് അങ്ങനെ മൈൻഡിലൂടെ പോവുക എന്നല്ലാണ്ട് അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം. അതായത് എൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ചെറിയ മൃഗങ്ങളെ കെയർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എനിക്ക് ആകാശത്തു നിന്നോ സമുദ്രത്തിൽ നിന്നോ, അതായത് ആകാശം മുതൽ സമുദ്രം വരെ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈറ്റ് മുതൽ ഏറ്റവും ആഴം വരെയാണ്, അല്ലേ? അപ്പോൾ അത്ര സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടും എനിക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദെൻ ഡോഗ്സ് വിത്ത് ക്ലിപ്ഡ് ഇയേഴ്സ്, വീസിങ് കാർട്ട് ഹൗസസ്, എ ഫ്ലൈ വിത്തൗട്ട് ഷാഡോ ആൻഡ് വിത്തൗട്ട് തോട്ട്സ്. അതുപോലെ തന്നെ കവി പറയുകയാണ്, ഞാൻ കാണുന്നത് ആരൊക്കെയാണ്? ഡോഗ്സ് വിത്ത് ക്ലിപ്ഡ് ഇയേഴ്സ്. ക്ലിപ്ഡ് ഇയേഴ്സ് മീൻസ് കട്ട് ഇയേഴ്സ്, ദാറ്റ് ഈസ് മുറിഞ്ഞ ചെവികളുള്ള ഡോഗ്സിനെയും, അതുപോലെ തന്നെ വീസിങ് കാർട്ട് ഹോസസ് മീൻസ് വണ്ടി ആയിട്ട് ഉപയോഗിക്കുന്ന കുതിരകൾ. ഓക്കെ, വീസിങ് ഹിയർ മീൻസ് ബ്രീത്തിങ് വിത്ത് ഡിഫിക്കൽറ്റി, ദാറ്റ് മീൻസ് അതായത് ശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന കാർട്ട് ഹോസസിനെയും ഞാൻ കാണുന്നുണ്ട്. ദെൻ എ ഫ്ലൈ വിത്തൗട്ട് ഷാഡോ ആൻഡ് വിത്തൗട്ട് തോട്ട്സ്, അതല്ലെങ്കിൽ ചിന്തകളോ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത ഫ്ലൈസിനെ, ഒരുപാട് കീടങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് ഈച്ചകളെ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഈസ് ഇറ്റ് വിത്ത് ദിസ് മെനാസസ് ടു അവർ വിഷൻ, വിത്ത് ദിസ് പ്രോസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്. വീണ്ടും കവി ചോദിക്കുകയാണ്, അപ്പോൾ ഇത്തരം ആനിമൽസിനെ അല്ലെങ്കിൽ ഇത്തരം ക്രിയേച്ചേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ ഇത്തരം ക്രിയേച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് വിത്ത് ദീസ് മെനാസസ്, ദാറ്റ് മീൻസ് ത്രെറ്റ് ടു അവർ വിഷൻ, വിത്ത് ദിസ് പ്രോസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്, വി മസ്റ്റ് ബി കൺസേൺഡ്. അതായത് ഇത്തരം ജീവികളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ചിന്താകുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന, ദാറ്റ് ഈസ് ത്രെറ്റ് ടു അവർ വിഷൻ ഓർ മെനാസസ് ടു അവർ വിഷൻ, നമ്മുടെ കാഴ്ചയെ പരിഭവിപ്പിക്കുന്ന അതല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഇത്തരം ക്രിയേച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് കവി നമ്മോട് ചോദിക്കുകയാണ്. വിത്ത് ദിസ് പ്രോസഷൻ ലെഡ് ബൈ എ മാൻ ക്യാരിയിങ് വുഡ്സ്. ഈ ലൈൻ സൂചിപ്പിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്.
ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് ഹൂ ക്യാരിഡ് ദ വുഡൻ ക്രോസ് ഓൺ ഹിസ് ഷോൾഡർ. അല്ലേ, നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റ് വുഡൻ ക്രോസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചുമലിലേറ്റി എന്നൊക്കെ പറയുന്നത്. ദ പ്രോസഷൻ റെപ്രസെൻറ്റ്സ് ദ സോൾജിയേഴ്സ് ഹൂ വെർ ബീറ്റിംഗ് ഹിം ആൻഡ് urging on to go to Calvary, the places of his crucifixion. അതായത് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫിക്ഷന് വേണ്ടിയിട്ട് കാൽവറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സോൾജിയേഴ്സൊക്കെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് പ്രോസഷൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് ജീസസ് ക്രൈസ്റ്റിനെ കാൽവറിയിലേക്ക് അല്ലെ ക്രൂസിഫിക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ പ്രോസഷനായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരിയിങ് വുഡ്സ് അല്ലേ, അതായത് മരമൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു പ്രോസഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ എന്തിനാണ് ഇത്തരം ജീവികളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് കവി നമ്മളോട് ചോദിക്കുന്നത്. ദ ഹോളി ലാൻഡ്, ദ റെയറിംഗ് ഗ്രീൻ ഐലൻഡ് ഷുഡ് ബി കൈൻഡ്ലിയർ ദാൻ ദിസ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ദ ഹോളി ലാൻഡ് ഹിയർ മീൻസ് ഹെവൻ, സ്വർഗം. ദ റെയറിംഗ് ഗ്രീൻ ഐലൻഡ് ഷുഡ് ബി കൈൻഡ്ലിയർ ദാൻ ദിസ്. ഒരു പക്ഷേ സ്വർഗത്തിൽ ഇവിടത്തെ പോലെ ആയിരിക്കില്ല എന്നും കവി പറയുകയാണ്. ദ ഹോളി ലാൻഡ് ദറ്റ് ഈസ് ഗ്രീൻ ഐലൻഡ് ഷുഡ് ബി കൈൻഡ്ലിയർ ദാൻ ദിസ്. അതായത് ഈ ലോകത്തേക്കാൾ ദയുള്ള ഒരു സ്ഥലമായിരിക്കും, ഒരു ഗ്രീൻ ലാൻഡ് ആയിരിക്കും ഏത്, സ്വർഗം എന്നൊക്കെ കവി പറയുകയാണ്. ഇവിടത്തേക്കാൾ കൈൻഡ്ലിയർ ആയിരിക്കും. എറ്റ് ആനിമൽസ് അവർ ഗോസ്റ്റ് നീഡ് ടെൻഡിങ് ടു take in the whipped cat and the blinded owl. When we see a beaten cat or a blinded owl or the squirrel caught in the trap of man, we should carry it on our shoulders and give it the necessary care. അതായത് കവി പറയുന്നു, ഇതൊക്കെയാണെങ്കിലും അതായത് ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്, സ്വർഗത്തിലെ പോലെയല്ല. സ്വർഗത്തിൽ നമ്മളെ ഇവിടുത്തെ പോലെയും അല്ല. അതായത് സ്വർഗത്തിൽ എല്ലാവർക്കും കനിവുള്ളതാണ് എന്നുണ്ടെങ്കിൽ, കൈൻഡ്നെസ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ അങ്ങനെയല്ല. എന്നിരുന്നാലും അറ്റ് ദ ആനിമൽസ് അവർ ഗോസ്റ്റ് നീഡ് ടെൻഡിങ് ടു ടേക്ക് ഇൻ ദ വിപ്ഡ് കാറ്റ് ഹിയർ മീൻസ് ബീറ്റൺ കാറ്റ് ആൻഡ് ദ ബ്ലൈൻഡഡ് ഔൾ. ടേക്ക് അപ്പ് ദ മാൻ ട്രാപ്ഡ് സ്ക്വിറൽ അപ്പോൺ യുവർ ഷോൾഡർ, അറ്റൻഡ് ടു ദ നെസസറി ബീസ്റ്റ്സ്. അതായത് ഒരു കാറ്റിനെയോ അതല്ലെങ്കിൽ ഒരു സ്ക്വിറലിനെയോ ഒരു ഔളിനെയോ നാം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം മൃഗങ്ങളെ നമ്മൾ പരിചരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, സോ ഫ്രം ഗ്രോയിങ് മേഴ്സി ആൻഡ് എ മോഡറേറ്റ് ലവ്, ഗ്രേറ്റ് ലവ് ഫോർ ദ ഹ്യൂമൻ ആനിമൽ ഒക്കേഴ്സ്. അതുപോലെ തന്നെ മൃഗങ്ങളും മനുഷ്യരെ പോലെ തന്നെയാണ്, സ്നേഹവും പരിചരണവും അവർക്കും ആവശ്യമാണ്. അപ്പോൾ മുറിവേൽക്കുന്ന അവസരങ്ങളിൽ അവർക്കും പരിചരണം ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാറ്റ്സിനെ അതല്ലെങ്കിൽ ഔളിനെ അതല്ലെങ്കിൽ സ്ക്വിറലിനെ ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ ഹ്യൂമനെ നമ്മൾ പരിചരിക്കുന്നത് അതുപോലെ തന്നെ അനിമൽസിനെയും പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഫ്രം ഗ്രോയിങ് മേഴ്സി ആൻഡ് എ മോഡറേറ്റ് ലവ്, ഗ്രേറ്റ് ലവ് ഫോർ ദ ആനിമൽ, ഫോർ ദ ഹ്യൂമൻ ആനിമൽ ഒക്കേഴ്സ് ആൻഡ് യുവർ ലവ് ഗ്രോസ്, യുവർ ഗ്രേറ്റ് ലവ് ഗ്രോസ് ആൻഡ് ഗ്രോസ്. അതുപോലെ തന്നെ ഇത്തരം പരിചരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൃഗങ്ങളെയും അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്നേഹം തീർന്നു പോകുന്നില്ല. അവർ ലവ് ഗ്രോസ് ആൻഡ് അവർ ഗ്രേറ്റ് ലവ് ഗ്രോസ് ആൻഡ് ഗ്രോസ് എന്നാണ് കവി പറയുന്നത്. നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മഹത്തരമായ സ്നേഹം അത് വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെയും അതല്ലെങ്കിൽ അനിമൽസിനെയും നമ്മൾ ഒരു ഹ്യൂമൻ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ പരിചരിക്കേണ്ടതുണ്ട് എന്നാണ് കവി കെയറിങ് ഫോർ അനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു കവിതയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ത്രൂ ദ പോയം സിൽക്കിൻ ഓൾസോ ഷോസ് ദാറ്റ് ലവ് ആൻഡ് കെയർ ഫോർ അനിമൽ ഈസ് എ നെസസറി സ്റ്റെപ്പ് ടു എക്സ്റ്റെൻഡ് ബൗണ്ടറീസ് ഓഫ് ഹ്യൂമൻ വേൾഡ്. അല്ലേ, അതായത് മനുഷ്യലോകത്തിൻ്റെ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
മൃഗങ്ങളോടുള്ള പരിചരണം അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.